أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسيم ميم. تلك آيات الكتاب المبين. نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1302 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താസീം മീം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. നത്ലൂ അലൈക മിൻ നബഇ മൂസാ വഫിർഔന ബിൽഹഖ് ലിഖൗമി യുഅ്മിനൂൻ. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിന്റെ ആദ്യത്തെ 4 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പേര് അൽ ഖസസ് സൂചിപ്പിക്കുന്നത് പോലെ മുഖ്യമായും കഥനമാണ് ഈ സൂറത്തിന്റെ പ്രതിപാദ്യം. മൂസ അലൈഹിസ്സലാമും ഫിർഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരുന്ന ആ സാഹചര്യവുമായിട്ട് ഈ കഥാകഥനത്തിന് വലിയ ബന്ധമുണ്ട്. മുഖ്യമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയും എതിർപ്പും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകളെ ചരിത്രത്തിൽ നിന്ന് ചില പ്രാധാന്യമുള്ള കാര്യങ്ങൾ കേൾപ്പിക്കുകയും അവർക്ക് ഒരു താക്കീതായി അത് മാറുന്നതിന് വേണ്ടി ചില ഗൗരവമുള്ള ഉത്ബോധന പ്രധാനമായ കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുകയാണ് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ സൂറത്തിന്റെ ആദ്യത്തെ 4 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിലേതൊക്കെ പോലെ തന്നെ 3 അക്ഷരങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ 3 അക്ഷരങ്ങൾ മുഖത്താഴത്ത് അടങ്ങിയിട്ടുള്ളത്. എല്ലാ സൂറത്തുകളിലും തുടക്കത്തിലുള്ള ഈ മുഖത്താഴത്തുകൾ ഒരു പ്രത്യേക ആയത്തായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. നമ്മൾ പഠനം പൂർത്തിയാക്കിയ സൂറത്തുൽ നംലിന്റെ തുടക്കത്തില് താ സീൻ എന്നീ 2 അക്ഷരങ്ങൾ കാണാൻ സാധിക്കും. അത് പക്ഷേ ആദ്യത്തെ ആയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. താ സീൻ തിൽക ആയാത്തുൽ ഖുർആനി വ കിതാബിൻ മുബീൻ എന്നാണ് അവിടെ പറയുന്നത്. അവിടെ താ സീൻ എന്നുള്ളത് ആ ആയത്തിന്റെ ഭാഗമാണ്.
ഇവിടെ തോസീൻ മീം എന്നത് ഒരായത്ത് തന്നെയാണ്. സൂറത്തുൽ ബഖറയിലും അങ്ങനെയാണ്. അലിഫ് ലാം മീം എന്നത് ആദ്യത്തെ ആയത്താണ്. അപ്പോ ചെറിയ വ്യത്യാസങ്ങൾ ഇക്കാര്യത്തില് നമ്മളുടെ ശ്രദ്ധ പതിയേണ്ടതായിട്ട് ഉണ്ട്. 3 അക്ഷരങ്ങളാണ് അറബി അക്ഷരമാലയിലെ 3 അക്ഷരങ്ങൾ. എന്താണ് ഈ 3 അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ നമുക്ക് ചില അനുമാനങ്ങളൊക്കെ ഇത് സംബന്ധമായിട്ട് സാധിക്കും. ഈ 3 അക്ഷരങ്ങൾ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ വിശുദ്ധ ഖുർആന്റെ ഈ അക്ഷരങ്ങളുടെ സംഖ്യപരമായ ഒരു കൃത്യതയുണ്ട്. കമ്പ്യൂട്ടേഷണൽ പ്രിസിഷൻ എന്ന ഒരു ആസ്പെക്ട് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചതിന്റെ ഒരു കൃത്യതയിൽ കാണാൻ കഴിയും. അത് ആ നിലക്ക് കമ്പ്യൂട്ടർ സഹായത്തോടു കൂടി നമ്മൾ പഠന വിധേയമാക്കുകയാണെങ്കിൽ ഓരോ അക്ഷരവും എത്ര തവണയാണ് ആവർത്തിച്ചു വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനും സാധിക്കും. അതില് ഒരു ശ്രദ്ധേയമായ വിസ്മയം വിശുദ്ധ ഖുർആന്റെ ഇജാസിന്റെ ഭാഗമായിട്ട് അടങ്ങിയിട്ടുള്ളത് കാണാനും കഴിയും. യഥാർത്ഥത്തിൽ ഇത്രയും പൗരാണികമായ ഒരു ടെക്സ്റ്റ് 1500ഓളം വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ള ഇങ്ങനെ ഒരു കോമ്പസിഷനിൽ ഇത്ര കൃത്യതയോടുകൂടി അക്ഷരങ്ങളെ അതിന്റെ എണ്ണം കണക്കാക്കി രചന നടത്താൻ സാധിച്ചു എന്നത് മനുഷ്യ സാധ്യമല്ലാത്തൊരു കാര്യമാണ്. എത്ര തന്നെ പ്രഗത്ഭനാണെങ്കിൽ പോലും അക്ഷരങ്ങളുടെ വിനിയോഗം ഇത്രയും കൃത്യതയുള്ളതാവുകയും അതേസമയത്ത് ഒരിടത്ത് പോലും പദങ്ങളോ അക്ഷരങ്ങളോ അനാവശ്യമായി കുത്തിത്തിരുകിയിട്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ ആശയപരമായ ഒരു ഷാലോനെസ് അല്ലെങ്കിൽ ഹോളോനെസ് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമൊന്നും നമ്മളെവിടെയും കാണാൻ സാധിക്കുന്നില്ല ഖുർആന്റെ രചനയിൽ. അപ്പോ നമ്മള് ശ്ലോകങ്ങള് അല്ലെങ്കിൽ പദ്യവരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ആശയപരമായി ചേർച്ചയില്ലാത്ത അല്ലെങ്കിൽ വളരെയൊന്നും പ്രസക്തമല്ലാത്ത പദങ്ങള് പലയിടത്തും ഉപയോഗിച്ചിട്ടൊക്കെയാണ് അങ്ങനെ യോജിപ്പിച്ചെടുക്കാറുള്ളത്. വളരെ പ്രഗത്ഭരായ കവികൾ പോലും അതില് അങ്ങനെ ചില വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ഷാലോനെസ് അല്ലെങ്കിൽ ഒരു പൊള്ളത്തരം അതില് അവരുടെ വരികളിൽ വരാറുണ്ട്. കാരണം ഈ അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ ആശയം പൊരുത്തപ്പെടൂല, ആശയം നിലനിർത്തുമ്പോൾ അക്ഷരങ്ങൾ അതിന് യോജിച്ചതാവില്ല എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള സങ്കീർണതകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ അക്ഷരത്തിന്റെയും എണ്ണം ഒരു സൂറത്തിൽ എത്ര അല്ലെങ്കിൽ ആകെ ഖുർആനിൽ എത്രയാണ് ഉള്ളത് എന്നത് കൃത്യമായ അത്ഭുതമുളവാക്കുന്ന ഒരു മൾട്ടിപ്പിൾ ആയി മാറുന്നു എന്നത് അതിനേക്കാളും അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഇത്രത്തോളം ഇൻട്രിക്കേറ്റ് ആയി ഡെലിക്കേറ്റ് ആയി ഈ രചനയെ പ്ലാൻ ചെയ്യാൻ മനുഷ്യന് സാധിക്കുക എന്നത് ഇത്രയും ബൃഹത്തായ ഒരു കൃതിയിൽ 600-600-ലേറെ പേജുകൾ വരുന്ന ഒരു കൃതിയിൽ അങ്ങനെ ഒരു കൃത്യത പാലിക്കുക എന്നത് സാധാരണഗതിയിൽ നമുക്ക് ഒരാളുടെ ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നതാണ് വസ്തുത. എന്നാലും ഈ മുഖത്താഴത്തുകളെ കുറിച്ചുള്ള പൊതുവായ ചർച്ചകൾ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ അക്കാര്യത്തെക്കുറിച്ച് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോ ത്വാ സീൻ മീം ഈ 3 അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച്. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, വളരെ സുവ്യക്തമായ വേദവാക്യങ്ങളാണ് ഇവ.
മൂന്നക്ഷരങ്ങളെയാണ് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഇക്കാര്യം പറയുന്നത്. വ്യക്തതയുള്ള മുബീനായ കിതാബിലെ ആയാത്തുകളാണ് ഇവ എന്നാണ് അള്ളാഹു ഈ മൂന്നക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സാക്ഷ്യം ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പൊ ഈ മൂന്നക്ഷരങ്ങൾക്ക് ഈ പ്രസ്താവനയുമായിട്ടൊരു ബന്ധമുണ്ട്. ഇതുപോലെയുള്ള അക്ഷരങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് വിസ്മയകരമായ ഈ പാരായണം അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് എന്ന ഒരു സൂചന, എന്നൊരു കാര്യം പറയാതെ പറയുന്നുണ്ട് എന്നത് കാണാൻ കഴിയും. താസീം മീം തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. അൽ കിതാബുൽ മുബീൻ ആണിത്, അതിലെ ആയാത്തുകളാണ്. അൽ മുബീൻ എന്ന് പറഞ്ഞാല് വ്യക്തതയുള്ള, തെളിമയുള്ള, ബയാൻ നൽകുന്ന ബയ്യിനാത്തുകളായ, തിബിയാനായ ആയത്തുകളാണ് ഈ കിതാബിൽ അടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആയാത്തുകളാണ് ഈ ഓതിക്കേൾപ്പിക്കപ്പെടുന്ന ഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. അത് ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ നടത്തുന്ന സാക്ഷ്യങ്ങളാണ്, അല്ലെങ്കിൽ സത്യപ്രസ്താവനകളാണ്. എന്തുകൊണ്ട് ഇത് ഖുർആൻ തന്നെ നടത്തുന്നു, മറ്റുള്ളവരല്ലേ നടത്തേണ്ടത് ഖുർആൻ വായിച്ചിട്ട് എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷെ മനുഷ്യന്റെ പൊസിഷൻ വളരെ ഡെലിക്കേറ്റ് ആയ, വളരെ വലിയ പരിമിതികൾ ഉള്ളതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആദം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചു പോയ ഘട്ടത്തില് ഇനി എങ്ങനെയാണ് ആ തെറ്റ് തിരുത്തേണ്ടത് എന്നറിയാതെ അന്താളിച്ചു നിൽക്കുമ്പോ ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ, ഖുർആൻ വിവരിക്കുന്ന കാണാൻ കഴിയും. ആദം തന്റെ റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ കേട്ട് മനസ്സിലാക്കി, എന്നിട്ട് അത് ഏറ്റുപറയുകയാണ്. അപ്പോ മനുഷ്യന്റെ ജ്ഞാനപരമായ പരിമിതി വളരെയേറെ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യന് ദൈവികമായിട്ട് ഈ കാര്യങ്ങള് പഠിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഇത് നൽകുന്ന ഒരു സൂചന. ഈ ആയാത്തുകള് സുവ്യക്തമായ വേദവാക്യങ്ങളാണ്, വേദസൂക്തങ്ങളാണ് എന്നത് അള്ളാഹു ഒരു പ്രസ്താവനയായിട്ട് ഇവിടെ പറയുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. മനുഷ്യരെ പരിശോധിച്ചോട്ടെ, പരിശോധിച്ച് ബോധ്യപ്പെടുന്നവരാണ് അത് ഉൾക്കൊള്ളുകയും അത് പിൻപറ്റുകയും ചെയ്യുക. അത് ബോധ്യപ്പെടാത്തവര് അത് തള്ളിക്കളഞ്ഞ് അവരുടെ പാട്ടിന് പോവുകയും ചെയ്യും. വസ്തുത എന്താണ് എന്നത് പരിശോധിച്ച് ഉൾക്കൊള്ളുക എന്നത് അള്ളാഹു മനുഷ്യന് വിട്ടുകൊടുത്ത ഒരു കാര്യമാണ്. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. വ്യക്തതയുള്ള വേദവാക്യങ്ങളാണ്, വേദസൂക്തങ്ങളാണ്, അല്ലെങ്കിൽ വ്യക്തതയുള്ള ദൈവിക ഗ്രന്ഥത്തിലെ ആയാത്തുകളാണ് ഇവ. നത്ലു അലൈക, നാം ഇത് നിനക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ച് തരികയാണ്, നിനക്ക് തിലാവത്ത് ചെയ്ത് തരികയാണ്. നത്ലു അലൈക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ അഭിസംബോധന എന്ന് കാണാൻ കഴിയും. നത്ലു അലൈക, പ്രവാചകരെ താങ്കൾക്ക് നാം ഓതി കേൾപ്പിക്കുകയാണ്. മിൻ നബഇ മൂസ വ ഫിറഔൻ ബിൽ ഹഖ്, മൂസായുടെയും ഫിറഔന്റെയും വൃത്താന്തങ്ങളിൽ നിന്ന് അതിൽപ്പെട്ട കാര്യങ്ങള് വളരെ സത്യാധിഷ്ഠിതമായിട്ട് താങ്കളെ നാം കേൾപ്പിക്കുകയാണ്. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മൂന്നക്ഷരങ്ങളുടെ സാക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ദൈവികമായ വേദ ഗ്രന്ഥത്തിലെ സൂക്തങ്ങളാണ്, അത് ഏറ്റവും തെളിമയുള്ളതും വ്യക്തതയുള്ളതുമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഇവിടെ പറയുന്നത് നത്ലു അലൈക മിൻ നബഇ മൂസ വ ഫിറഔന ബിൽ ഹഖ്, മൂസായും ഫിറഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ വൃത്താന്തം, അവരുടെ ജീവിതവുമായി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാധാന്യമുള്ള വിവരങ്ങൾ അള്ളാഹു സത്യാധിഷ്ഠിതമായിട്ട് ഇവിടെ താങ്കളെ കേൾപ്പിക്കുകയാണ്, താങ്കൾക്ക് ഓതിത്തരികയാണ്. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കാനുള്ള സന്നദ്ധതയുള്ള കാര്യങ്ങളെ
വേണ്ട വിധത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കി വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ്. എല്ലാവർക്കും ഒന്നും ഇത് പ്രയോജനപ്പെട്ടോളുന്നില്ല. സുതാര്യമായ മനസ്സ്, കാര്യങ്ങളെ വിലയിരുത്താനുള്ള സന്നദ്ധത, എന്നിട്ട് ഹക്കാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് സ്വീകരിക്കാനും വിശ്വസിക്കാനും ഒക്കെ കാണിക്കുന്ന സന്നദ്ധത, ഇതൊക്കെയുള്ള ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ മൂസ ഫിറഔൻ കഥകള് അള്ളാഹു വിവരിക്കുന്നത് എന്നാണ് അള്ളാഹുടെ വ്യക്തമാക്കുന്നത്. ഇന്ന ഫിറഔന എന്നിട്ട് ആ കഥയുടെ നരേഷൻ തുടങ്ങുകയാണ്. ഈ ഖസസ് എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് അതാണ്, നരേഷനാണ്, ഒരു കഥനമാണ്. ഒരു ചരിത്ര സംഭവം വളരെ ആകർഷകമായ വിധത്തിൽ സത്യാധിഷ്ഠിതമായിട്ട് വിവരിച്ചു തരലാണ് ഖസസിന്റെ താല്പര്യം. പലപ്പോഴും ഈ ചരിത്ര വിവരണങ്ങള് അല്ലെങ്കിൽ കഥകളുടെ നരേഷൻ പല പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചുകൊണ്ട് അതൊന്ന് പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യരുടെ വിവരണങ്ങളിൽ കാണാൻ കഴിയും. അതില് പല വസ്തുതകളും ചോർന്നു പോകും, പല ഫാക്ട്സും ഡിസ്റ്റോർട്ടഡ് ആയിട്ട് മാറും, കൃത്യതയില്ലാത്തതായി മാറും. 4 ആളുകളിൽ നിന്ന് അത് 40 ആളുകളിലേക്ക് എത്തുന്നതോടുകൂടി അതിന് ഒരുപാട് അർത്ഥ ശോഷണം സംഭവിക്കുകയാണ്. പല വിധത്തിലുള്ള വായനകൾക്കും തെറ്റായി മനസ്സിലാക്കാനും ഒക്കെ കാരണമാകുന്ന വിധത്തിൽ അതിന്റെ വിവരണത്തിൽ പല മാറ്റങ്ങളും കടന്നു വരും. ഇവിടെ അങ്ങനെയല്ല. മൂസ അലൈഹി ഇസ്ലാമും ഫിറഔനും ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചരിത്ര സംഭവം അള്ളാഹു വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ഒരു സമൂഹത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി പ്രവാചകരെ താങ്കൾക്ക് വിവരിച്ചു തരികയാണ്. എന്നിട്ട് ആ കഥ ഇങ്ങനെയാണ്: ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്, നിശ്ചയമായിട്ടും ഫിറഔൻ നാട്ടില് വലിയ ഗർവിഷ്ഠനായിട്ട് തലപൊക്കി നിൽക്കുന്ന ആളായിട്ട് അങ്ങനെ വാണരുളുകയാണ്. ഇന്ന ഫിറഔൻ അലാ ഫിൽ അർദ്, അല എന്ന് പറഞ്ഞ ഒലുവ് കാണിച്ചു എന്നാണ്. ഒലുവ് കാണിച്ചു എന്ന് പറഞ്ഞ ഔന്നത്യം കാണിച്ചു. ഞാനാണ് വലിയവൻ, ഞാനാണ് ഉയർന്നു നിൽക്കുന്നവൻ, ഞാൻ ആരുടെയും മുന്നിലും താഴ്ന്നു നിൽക്കേണ്ടവനല്ല, എന്റെ ശിരസ് ആരുടെയും മുന്നിൽ താഴ്ത്തേണ്ടതില്ല, കുനിക്കേണ്ടതില്ല എന്ന വിധത്തില് ഗർവവും അഹങ്കാരവും ധിക്കാരവും ഒക്കെ കാണിച്ചുകൊണ്ട് ഔദ്ധത്യത്തിന്റെ ആൾരൂപമായിട്ട് വാഴുകയാണ് ഫിറഔൻ. ഇതാണ് അള്ളാഹു ഒരൊറ്റ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഏത് വിധത്തിലുള്ള ഭരണാധികാരിയായിരുന്നു ഫിറഔൻ? അയാൾക്ക് സൃഷ്ടാവായ പ്രപഞ്ചനാഥനായ അള്ളാഹുമായുള്ള ബന്ധം എന്താണ്? അള്ളാഹുവിനോടുള്ള നിലപാട്, അയാളുടെ നിലപാട് എന്താണ്? പ്രജകളോടുള്ള അയാളുടെ നിലപാട് എന്താണ്? അയാൾ നിലക്കൊണ്ടിരുന്നത് എന്ത് താല്പര്യത്തിലും എന്ത് ബോധത്തിലുമാണ്? അയാളുടെ ഭരണ സംവിധാനത്തിന്റെ സ്വഭാവവും പ്രത്യേകതയും ഒക്കെ ഏത് വിധത്തിലുള്ളതാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹു ഈ ഒരൊറ്റ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്, അലാ ഫിൽ അർദ്, നാട്ടില് വലിയ ഗർവിഷ്ഠനായിട്ട് തലയെടുപ്പ് കാണിക്കുന്നവനായിട്ട് അഹന്തയോടുകൂടി മറ്റുള്ളവരെ നിസ്സാരന്മാരായി കണ്ടുകൊണ്ട് താനാണ് എല്ലാറ്റിനും പോന്നവൻ എന്ന ഒരു നിലപാടോടുകൂടി ഒരല്പം പോലും വിനയമോ എളിമയോ താഴ്മയോ കാണിക്കാത്ത, ഞാൻ ആരുടെയും മുന്നിൽ അങ്ങനെ താഴ്ന്നു നിൽക്കേണ്ടവനല്ല എന്ന ഒരു പ്രഖ്യാപനം കൂടി ആ നിലപാടില് പ്രകടമാകുന്ന വിധത്തിലാണ് ഫിറഔൻ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരിയായിട്ട് വാണരുളുന്നത്. ഇക്കാര്യമാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ അർള് എന്നതുകൊണ്ട് മുഖ്യമായിട്ടും ഈജിപ്ത് തന്നെ ആയിരിക്കണം ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാവുക.
ഈജിപ്റ്റ് അക്കാലത്തെ എടുത്തു പറയേണ്ട അധികാര കേന്ദ്രമായിരുന്നു. വലിയൊരു ഭൂപ്രദേശത്തിന്റെ നിയന്ത്രണം ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ കയ്യിലായിരുന്നു. സമീപ പ്രദേശങ്ങളുടെ ഭരണാധികാരികളിൽ പലരും ഈജിപ്തിന്റെ ഭരണാധികാരിയോട് വിധേയത്വം കാണിച്ചുകൊണ്ടൊക്കെ കഴിയുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ആധുനിക രാഷ്ട്രമീമാംസ പദപ്രയോഗങ്ങളെ വായ്പ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ടോട്ടലിറ്റേറിയൻ ഡെസ്പോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ടൈറന്റ് ആയിട്ടൊക്കെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫിറോവൻ തന്റെ നാട്ടില്. അയാള് എല്ലാ നിലക്കും ബാക്കിയുള്ളവരെ, ജനസേവകരായിട്ടുള്ള ഭരണാധികാരികളുണ്ട്, ജനങ്ങൾ അടക്കി വാഴുന്ന ഭരണാധികാരികളുണ്ട്. അത് ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ജനങ്ങളുടെ ഭരണാധികാരിയായി ചുമതലയേൽക്കുന്ന ഒരു ഖലീഫ എന്നും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സേവകനായി നിലകൊള്ളേണ്ട ആളാണ്. അങ്ങനെയേ അയാൾക്ക് അത് സാധിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യരിൽ ധിക്കാരപരമായ പ്രവണതയും ഔദ്ധത്യം കാണിക്കുവാനും അഹന്തയോടുകൂടി തലയെടുപ്പോടുകൂടി താനാണ് എല്ലാം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില് ഭരണം നിർവഹിക്കുന്ന ഒരു പ്രവണതയും ഉണ്ട്. നമ്മുടെ കാലഘട്ടത്തില് ഒരു ടൈറന്റ് എന്നോ ഡെസ്പോട്ട് എന്നോ ഫാഷിസ്റ്റ് എന്നൊക്കെ പറയുന്ന അത്തരം പ്രയോഗങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രയോഗത്തിൽ അല്ലാഹു അടക്കം ചെയ്തിട്ടുണ്ട് എന്നത് കാണാൻ സാധിക്കും. ഇന്ന ഫിറഔന അലാ ഫിൽ അർള്, നിശ്ചയമായിട്ടും ഫിറഔൻ ഭൂമിയിൽ അല്ലെങ്കിൽ നാട്ടിൽ വലിയ ഔദ്ധത്യത്തോടുകൂടി ഗർവോടുകൂടി ഗർവിഷ്ഠനായിക്കൊണ്ട് വാണരുളുകയാണ്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് വജഅല അഹ്ലഹ ശിയഅൻ, നാട്ടിലെ ആളുകളെ അവൻ കക്ഷികളാക്കി മാറ്റിയിരിക്കുന്നു. ചില വിഭാഗങ്ങളെ ഫേവർ ചെയ്യുന്നു, വേറെ ചില വിഭാഗങ്ങളെ ഇകഴ്ത്തിക്കെട്ടുന്നു, താഴ്ത്തിക്കെട്ടുന്നു. അങ്ങനെ തട്ടുകളാക്കി മാറ്റിയിരിക്കുകയാണ് ആളുകൾ. ഷിയാത്ത് എന്നതിന്റെ ബഹുവചനാണ് ഷിയാൾ. ഷിയാൾ എന്ന് പറഞ്ഞ സംഘങ്ങൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ തുല്യനീതിയല്ല നാട്ടില് അയാൾ നടപ്പിലാക്കുന്നത്. ഏത് ഡിനോമിനേഷനിലുള്ള അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട പ്രജകളാണെങ്കിലും ഒരേ അളവിലുള്ള നീതി, ഒരേ മാനദണ്ഡത്തിലുള്ള അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന, തുല്യത ലഭിക്കുന്ന ഒരു സംവിധാനമല്ല. ഫിറഔൻ അയാളുടെ വർഗക്കാരായ ഖിബ്തികൾക്ക് വലിയ അവസരങ്ങൾ തുറന്നിട്ട് കൊടുക്കുന്നു. ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ ഞെരിഞ്ഞമർന്ന് അവരെ പരമാവധി അവർക്ക് ഇടുക്കം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അയാളുടെ ഭരണ നിർവഹണത്തിന്റെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത. അപ്പോ നാട്ടിൽ അയാള്, നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള ഒരു പ്രയോഗമാണ് അപരവൽക്കരണം. ചില വിഭാഗങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് അവര് നമ്മളെ കൂട്ടത്തിലുള്ളതല്ല, രാജ്യത്തിന് വേണ്ടപ്പെട്ടവരല്ല, അനഭിമതരായ ആളുകളാണ്, അവര് രാജ്യത്തിന് ഉപകരിക്കുന്നവരല്ല എന്ന നിലക്ക് അവരെ മാറ്റി നിർത്തുക, അവരെ രണ്ടാം കിട പൗരന്മാരാക്കി കാണുക, അതുപോലെ താഴ്ത്തിക്കെട്ടുക, അവരെ പൊതു ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക, ഉദ്യോഗങ്ങളിൽ നിന്ന് അവരെ ബഹിഷ്കൃതരാക്കുക, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ ഭരണനിർവഹണത്തിൽ അവർക്ക് പങ്കാളിത്തമില്ലാതാക്കുക, അവരുടെ ജനസംഖ്യയെ സാധിക്കുന്നിടത്തോളം വെട്ടിച്ചുരുക്കുക അല്ലെങ്കിൽ ഇല്ലാതെയാക്കുക, അവരെ സാധിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ അവരുടെ മേൽ ആക്രമണങ്ങൾ അയച്ചു വിട്ടുകൊണ്ട് അവരെ മാനസികമായിട്ട് തളർത്തുകയും ഒരു സമൂഹം എന്നുള്ള നിലക്ക് ശക്തി പ്രാപിച്ചു ഉയർന്നു വരുന്നതിനുള്ള സാധ്യതകളൊക്കെയും ഇല്ലാതാക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പല നയനിലപാടുകളുടെയും പ്രധാനപ്പെട്ട ഒരു താല്പര്യം തന്നെ ഇതാണ്.
ഭരണനിർവഹണത്തില് ചില വിഭാഗങ്ങളില്ല. ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തില് പ്രത്യേകിച്ച് പ്രാധാന്യമുള്ള വലിയ സ്ഥാനങ്ങളിലും പദവിയിലും നിർണായകമായ അധികാരം കൈയാളുന്ന പദവികളിലൊന്നുമില്ല. അതുപോലെയുള്ള മേഖലകളിൽ നിന്നൊക്കെ താഴ്ന്നു മാറ്റി പിന്നീട് തെരുവില് പോലും അവര് ആക്രമണത്തിനിരയാവുകയും ഉള്ളതും ഇല്ലാത്തതുമായ പല കാരണങ്ങളും ഉന്നയിച്ചുകൊണ്ട് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയും അവരെ തല്ലിക്കൊല്ലുകയും അവരുടെ പൗരത്വം എടുത്തു കളയുകയും വോട്ടവകാശം ഇല്ലാതാക്കുകയും അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ വലിയ ആശങ്കയോടുകൂടി ചർച്ച ചെയ്യുകയും എന്നിട്ട് ജനസംഖ്യാ പെരുപ്പം തടയാൻ വേണ്ട അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല നടപടികളും സ്വീകരിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തെ അപരവൽക്കരിക്കുക എന്നത് പലപ്പോഴും ഇങ്ങനത്തെ ഭരണനിർവഹണം നടത്തിയ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അവര് സമൂഹത്തെ ഒരുമിപ്പിച്ചു കൊണ്ടുപോവുക, ചേർത്ത് പിടിക്കുക എന്നതിന് പകരം അവർ ചെയ്തുകൊണ്ടിരുന്നത് വജാല അഹ്ലഹ ഷിയ, നാട്ടിലെ ആളുകളെ അവര് ഭിന്നിപ്പിച്ച് പല സംഘങ്ങളുമാക്കി ചേരിതിരിവുണ്ടാക്കി. അതാണ് ഫിറഔൻ ചെയ്തത്. ചില വിഭാഗങ്ങൾ അപരവൽക്കരിച്ചു, അതർ ചെയ്തു. അതറിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ വിധത്തില് അവരെ അപരവൽക്കരിച്ച് അന്യവൽക്കരിച്ച് ശത്രുക്കളാക്കി മാറ്റി. എന്നിട്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ എല്ലാ നിലക്കും അവരുടെ ജീവിത സാഹചര്യത്തെ ദുസ്സഹമാക്കി മാറ്റുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ അത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമൂഹം, ചില വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത ഒരു കാര്യമാണത്. അപ്പൊ ഇവിടെ ഈജിപ്തില് വളരെ പൗരാണികമായ കാലത്ത് 2,000-3,000 വർഷങ്ങൾക്ക് മുമ്പ് ഫിറഔൻ നടപ്പിലാക്കിയ ഒരു കാര്യമാണ്. ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാലത്താണ് ബനു ഇസ്രായേൽ സമൂഹം ഈജിപ്തിൽ എത്തുന്നത്. വലിയ ആദരണീയതയോടുകൂടി ഈജിപ്തിലെ ജനത അവരെ സ്വീകരിച്ചു കൊണ്ടുവന്നതാണ്, ആനയിച്ചു കൊണ്ടുവന്നതാണ്. ഈജിപ്ത് നേരിട്ടുകൊണ്ടിരുന്ന വലിയൊരു ദുരന്തത്തിൽ നിന്ന് ആ നാടിനെ രക്ഷപ്പെടുത്തിയത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ അതിസമർത്ഥമായ ആസൂത്രണ ഫലമായിട്ടാണ്. അങ്ങനെയാണ് ഈജിപ്തിന്റെ ഭരണ നിർവഹണത്തില് ബനു ഇസ്രായേൽ സമൂഹത്തിന് വലിയ പങ്കുണ്ടാവുന്നത്. എന്നാൽ വളരെ വൈകാതെ തന്നെ, ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടോ മറ്റോ പിന്നിടുന്നതോടുകൂടി ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ജനസംഖ്യ അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തില് ഖിബ്തി വംശത്തിന്റെ വംശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബനു ഇസ്രായേലിനെതിരില് പല പ്രക്ഷോഭങ്ങളും പ്രചാരണങ്ങളും ഒക്കെ കൊഴുത്തു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വൈകാതെ തന്നെ കോപ്റ്റിക് വംശത്തിന്റെ കയ്യിൽ തന്നെ ഈജിപ്തിന്റെ അധികാരം വരികയും അവര് ബനു ഇസ്രായേൽ സമൂഹത്തെ അപരവൽക്കരിച്ചുകൊണ്ട് അടിമകളാക്കിക്കൊണ്ട് ഏറ്റവും മോശമായ തരം ജോലികൾ മാത്രം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വൈജ്ഞാനികമായും ഒക്കെ ഉയരാനുള്ള സാധ്യതകളെ അടച്ചിട്ടുകൊണ്ട് അവരെ വളരെ ഉദ്ദേശപൂർവം അപരന്മാരാക്കിയും അതുപോലെ ശത്രുക്കളാക്കിയും മാറ്റിയുമാണ് ഖിബ്തി വംശ ഭരണാധികാരികൾ പിന്നീട് അവരെ കൈകാര്യം ചെയ്യുന്നത്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ഭരണാധികാരി തന്നെ ബനു ഇസ്രായേൽ സമൂഹത്തിൽ നിന്നായിരുന്നല്ലോ. എന്നിട്ട് കാലങ്ങൾ കൊണ്ട് അതിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ഇസ്രായേൽ സമൂഹം വളർന്നു വരുന്നതില് പല വിധത്തിലുള്ള അസഹ്യതയുമാണ് ഖിബ്തി വംശത്തിലെ ആളുകൾ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ അവരുടെ ജനസംഖ്യാ വർധനവ് വലിയ ആശങ്കയോടുകൂടി കാണുന്നവരായി മാറി. ജനങ്ങളെ അത്തരത്തിലുള്ള ഒരു സംഗതിയില് വലിയ ഭയപ്പാടുള്ളവരാക്കി മാറ്റിയിട്ട് അവരെ ജനങ്ങളെ ഇവർക്കെതിരിൽ ഇളക്കി വിടുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിരന്തരമായ പശു സംരക്ഷണ ജാഗ്രതയുടെ ആളുകള്
മുസ്ലിം ആ, കച്ചവടക്കാരെയൊക്കെ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങൾ നമ്മൾ എത്രയോ കാണുന്നുണ്ട്. അത് ഒരു മാസ് ഹിസ്റ്റീരിയ സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം വിദ്വേഷം അതിശക്തമായി ഇളക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ പശു വേണമെന്നില്ല, പശുവിന്റെ കയറുമായിട്ട് ഒരാൾ നടന്നു പോണ കണ്ടാൽ പോലും അവനെ തടഞ്ഞു നിർത്തി തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥയൊക്കെ സംജാതമാകും. അതാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ ബനു ഇസ്രായേലിനെ ആണ് ഈ വിധത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഫിറഔന്റെ ആളുകള് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജഅല അഹ്ലഹാ ശിയാൻ, അവിടുത്തെ ആളുകളെ പല കക്ഷികളാക്കിയിട്ട് മാറ്റുകയും യസ്തളിഫു ത്വാഇഫതൻ മിൻഹും, അതിലൊരു വിഭാഗത്തെ വല്ലാതെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുകയാണ് ഫിറഔൻ ചെയ്തത്. ഒരു വിഭാഗത്തെ ദുർബലരാക്കി മാറ്റി, അവരെ യാതൊന്നിനും കഴിവില്ലാത്ത ദുർബലരായ അടിച്ചമർത്തപ്പെട്ട ഒരു നിലക്കും ഉയർന്നു വരാൻ കഴിയാത്ത ഒരു സമൂഹമാക്കിയിട്ട് മാറ്റി, മുസ്തലഫുകളാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ദൗർബല്യം പേറുന്ന, നിന്ദ്യതയും ദൈന്യതയും പേറുന്ന ഒരു സമൂഹമാക്കിയിട്ട് അവരെ മാറ്റി. യസ്തളിഫു ത്വാഇഫതൻ മിൻഹും, ബനു ഇസ്രായേലിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് കാണാൻ കഴിയും. ബനു ഇസ്രായേൽ സമൂഹത്തെ, അവരിൽ ഒരു വിഭാഗത്തെ, ഈജിപ്തിലെ ജനതയിലെ ഒരു വിഭാഗത്തെ അവര് മുസ്തലഫുകളാക്കി, ദുർബലരാക്കി, നിന്ദ്യരും അതുപോലെ എല്ലാവിധ ദൈന്യതയും പേറുന്നവരും ആക്കി മാറ്റി. യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ ആൺമക്കളെ, ആൺസന്തതികളെ അവര് അറുകല ചെയ്തു. വയസ്തഹീ നിസാഅഹും, അവരിലെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്തു, അല്ലെങ്കിൽ അപമാനിതരാക്കി കൊണ്ടുവിട്ടു. ഇതൊക്കെ തന്നെ ഒരു ജനസംഖ്യാ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അവരുടെ ആൺമക്കളെ അറുകല ചെയ്തു എന്നത് സൂചിപ്പിക്കുന്നത് അവരുടെ ജനസംഖ്യാ വർധന തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചുകൊണ്ടിരുന്നതാണ് സൂചിപ്പിക്കുന്നത്. ജനിക്കുന്ന ആൺമക്കളെ കൊല്ലുന്നതിന്റെ താല്പര്യം ബനു ഇസ്രായേൽ വംശം വർധനവുണ്ടാവരുത് എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. വലിയൊരു താല്പര്യം അതാണ്. വേറെ ചില കഥകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിന്റെ മുമ്പ്, എന്നിട്ട് ഇവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്നു. അപ്പൊ ഈ സ്ത്രീകളെ ഇവര് അവരുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും അവരിൽ സന്താനങ്ങളെ ജനിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും ബനു ഇസ്രായേൽ വംശമല്ല വളർച്ച നേടുന്നത്, മറിച്ച് കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ആളുകളുടെ വർധനവാണ് ഉണ്ടാകുന്നത് എന്ന് വരും. അങ്ങനെ വരുത്തി ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ജനസംഖ്യ ഗണ്യമായ വിധത്തിൽ കുറക്കുകയാണ് ഇവര് ലക്ഷ്യം വെക്കുന്ന കാര്യം എന്ന് കാണാൻ കഴിയും. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, അവരിലെ ആൺസന്തതികളെ അറുകൊല ചെയ്യുകയും, അറുത്തുകൊല്ല, ദബഹ എന്ന് പറഞ്ഞാൽ അറുത്തു എന്നാണ്. അപ്പോ അറുകൊല ചെയ്യുകയും അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും, ജീവിക്കാൻ വിടുക എന്ന് പറയുന്ന അതേ വാക്കിന് തന്നെ അപമാനിതരായി വിടുക എന്നുള്ള ഒരു സൂചനയും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോ അവരിലെ സ്ത്രീകളെ അപമാനിതരായ വിധത്തില് ജീവിക്കാൻ വിടുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, വലിയ കുഴപ്പകാരിയായിരുന്നു അയാൾ എന്നാണ് ഖുർആൻ ഇവിടെ ഫിറഔനെ കുറിച്ച് പറയുന്നത്. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, വലിയ ഫസാദ് ഉണ്ടാക്കുന്ന, നാട്ടിൽ വലിയ അരാജകത്വവും കുഴപ്പവും ഒക്കെ ഉണ്ടാക്കുന്നവനായിരുന്നു അയാൾ. എപ്പോഴും ഭരണം സുഭിക്ഷതയും ക്ഷേമവും ഉണ്ടാക്കുന്നത് ആയി മാറണമെങ്കിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും തുല്യ പരിഗണന നൽകപ്പെടേണ്ടതുണ്ട്. തുല്യ പരിഗണന, ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടുമ്പോഴാണ് ഒരു രാജ്യത്തിന് സുഭിക്ഷതയും ക്ഷേമവും ഉണ്ടാവുക. അവിടെയാണ് സംതൃപ്തിയുള്ള ഒരു സമൂഹം രൂപപ്പെട്ടു വരിക. സുഭിക്ഷതയില്ല, നീതിയില്ല, ക്ഷേമമില്ല, എല്ലാവർക്കും തുല്യമായ പരിഗണന കിട്ടുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോ
ചിലരൊക്കെ വേണ്ടപ്പെട്ടവരും മറ്റു ചിലര് അനഭിമതരുമായി മാറുന്ന ഒരവസ്ഥയാണുള്ളതെങ്കിൽ അവിടെ ഒരു ക്ഷേമ രാഷ്ട്രം എന്നത് ആ പ്രയോഗത്തിൽ വരികയില്ല. അപ്പോ പിന്നെ അവിടെ ഉണ്ടാവുന്നത് ഫസാദായിരിക്കും. ഫസാദ് എന്ന് പറയുന്ന വലിയ കുഴപ്പമാണ്. ആനക്കി എന്ന് പറയും ഇംഗ്ലീഷിൽ, അരാജകത്വം. ഈ ആളുകള് ചവിട്ടി മെതിക്കപ്പെടുന്നവരും മാറ്റി നിർത്തപ്പെടുന്നവരും ഈ വിധത്തില് നിന്ദിത ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് തള്ളിവിടപ്പെടുന്നവരും എല്ലാ സമൂഹങ്ങളിലും വലിയ കുഴപ്പത്തിന്റെ ഒരു സ്രോതസ്സായിട്ട് മാറുന്നത് കാണാൻ കഴിയും. അവര് വലിയ വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ ആളുകളായി മാറും. പിടിച്ചുപറി തുടങ്ങും. പകൽക്കൊള്ള പോലും ഉണ്ടാകും. അതുപോലെ ആംഡ് റോബറി, സായുധമായിട്ടുള്ള പിടിച്ചുപറിയൊക്കെ നടക്കുന്ന അവസ്ഥകളൊക്കെ സംജാതമാണ്. കാരണം ഇവരൊക്കെ മനുഷ്യരാണ്. അവർക്ക് ജീവിക്കാൻ വേണ്ട മാന്യമായ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ലഭിക്കാതെ പോകുമ്പോൾ അവരുടെ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അക്രമപരമായ വഴികളിലൂടെ അതിനുള്ള സാധ്യതകൾ കണ്ടെത്താൻ അവര് നിർബന്ധിതരാണ്. അമേരിക്കയില് അടിമത്ത മോചനത്തിനെ തുടർന്ന് സംജാതമായ ഒരു സാഹചര്യം അങ്ങനെയുള്ളതായിരുന്നു. പട്ടണങ്ങളുടെ ചേരി പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ ഈ മുൻ അടിമകളായിരുന്ന കറുത്ത വർഗക്കാര് അവര് മയക്കുമരുന്നിന്റെയും അതുപോലെയുള്ള അധോലോക വിപണനത്തിന്റെയും ഒക്കെ ആളുകളായിട്ട് മാറുകയും അമേരിക്കയിലെ തടവറകളിൽ അവര് നിറയുന്ന ഒരവസ്ഥ സംജാതമാവുകയൊക്കെ ചെയ്തു. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന്റെ പേരിലാണ് അവർ പിടിക്കപ്പെടുന്നതും തടവിലാക്കപ്പെടുന്നതും. പക്ഷെ അവർ കുറ്റവാളികളായി മാറുന്നത് യഥാർത്ഥത്തിൽ അവര് തെരുവിലേക്ക് അങ്ങ് പുറന്തള്ളപ്പെട്ട ആളുകളായി മാറിയത് കൊണ്ടാണ്. താമസിക്കാനുള്ള വീടുകളില്ല, കൃഷി ചെയ്യാനുള്ള നിലമില്ല, ജോലിയില്ല, വിദ്യാഭ്യാസമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയില് ആ ജനത വളരെ എളുപ്പത്തിൽ കുറ്റവാളികളുടെ ഒരു സമൂഹമായിട്ട് മാറും. ഒരു വിഭാഗത്തെ ഇങ്ങനെ കുറ്റവാളികളാക്കി മാറ്റുന്ന ഒരു ഭരണാധികാരിയെ വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ഖുർആൻ ആ ഭരണാധികാരിയെ വിശേഷിപ്പിക്കുന്നത് മുഫ്സിദ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്, ഫസാദ് ഉണ്ടാക്കുന്നവൻ എന്ന്. അപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, നാട്ടില് ക്ഷേമവും ഐശ്വര്യവും കൊണ്ടുവരുന്നതിന് തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴേ അവിടെ ക്ഷേമം നിലവിൽ വരെയുള്ളൂ. മറിച്ച് ഒരു വിഭാഗത്തെ ഉയർത്തി കാണിക്കുകയും മറ്റൊരു വിഭാഗത്തെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന ഉച്ചനീചത്വം ഉദ്ദേശപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനത്തില് വലിയ അരാജകത്വമാണ് താഴ്ച വളരുക. എല്ലാവിധ അധാർമികതകളും അക്രമങ്ങളും അവിടെ കൊഴുക്കാൻ കാരണമാകും. ഇതാണ്, ഈ വിധത്തിലാണ് ഫിറഔൻ അവിടെ ഭരണം നിർവഹിച്ചു കൊണ്ടിരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയുന്നത്, പല മുഫസ്സിറുകളും ബനു ഇസ്രായേൽ കഥകളെ ആശ്രയിച്ചുകൊണ്ട് ഫിറഔൻ എന്തിന്റെ പേരിലാണ് ഇസ്രായേൽ സമൂഹത്തിലെ ആൺമക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത് എന്നത് വിവരിക്കുന്നുണ്ട്. ഇസ്രായേലി കഥകളെ ആശ്രയിച്ചുകൊണ്ടുള്ള, ബൈബിളിനെയോ ഖുർആനെയോ ആശ്രയിച്ചുകൊണ്ടല്ല, ഒരു 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 കഥയാണ് അവര് യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കാൻ കാരണമായിട്ടുള്ളത്. അതിന്റെ വേറെ ചില തലങ്ങൾ മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ്. ഞാൻ അതിലേക്ക് അടുത്ത ദിവസം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.